ദൈവവചനമേ നമോ നമഃ. ജീവവചനമേ നമോ നമഃ. വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ. വിശ്വമഖിലം തവ മഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്ക്. കർത്താവായ ഈശോയിൽ പ്രിയ ദൈവജനമേ, ദൈവമഹത്വത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾക്ക് വേണ്ടി തുടർന്ന് പ്രാർത്ഥിക്കാതെ കർത്താവിനെതിരെ പാപം ചെയ്യാൻ അവിടുന്ന് എനിക്ക് നേർവഴി ഉപദേശിക്കും. 1 സാമുവൽ 12:23. ഇസ്രായേൽ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നാൽ അത് ദൈവത്തോട് ചെയ്യുന്ന പാപമാണെന്ന് സാമുവൽ വിശ്വസിക്കുന്നു. ദൈവം ലോകത്തിൽ ചെയ്യുന്ന വേലയിൽ സഹകരിക്കുന്ന ക്രിയയാണ് മധ്യസ്ഥ പ്രാർത്ഥന. മനുഷ്യരെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശക്തിയേറിയ ആയുധമാണ് പ്രാർത്ഥന. ഈ ലോകത്തിൽ ഭൗതിക ശരീരത്തോടുകൂടി ജീവിക്കുമ്പോൾ സ്വർഗ സന്തോഷത്തിലേക്ക് കടന്നു ചെല്ലുവാൻ മനുഷ്യന് നൽകിയിരിക്കുന്ന അവസരമാണ് പ്രാർത്ഥന. അപ്പോൾ നമ്മുടെയും മറ്റുള്ളവരുടെയും ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ പറയാം. ആരോ ഒരാൾ ഇപ്രകാരം പറഞ്ഞു: ദൈവം നമുക്ക് തരുവാൻ ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ അല്പം ഉയരത്തിലാണ് വെച്ചിരിക്കുന്നത്. പ്രാർത്ഥനയിൽ ഉയർന്നാൽ എത്തിപ്പിടിക്കാവുന്ന ഉയരം മാത്രമേ ഉള്ളു താനും. പ്രാർത്ഥനയിൽ ഉയരാതിരുന്നാൽ അവയെ പ്രാപിക്കുവാൻ സാധിക്കുകയില്ല. പ്രാർത്ഥനയാൽ ഒരുക്കപ്പെട്ട സ്ഥാനത്ത് നാം അധ്വാനിച്ചാൽ ഫലം സമൃദ്ധമായിരിക്കും. ഇടവക ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പുരോഹിതൻ ചെയ്യുന്ന പ്രസംഗങ്ങളും നടത്തുന്ന ആരാധനയും പ്രത്യേകം കൃപയും ശക്തിയുമുള്ളതായിരിക്കും. ആ വൈദികന്റെ നേതൃത്വത്തെ ജനങ്ങൾ അംഗീകരിക്കുകയും തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ അവഗണിക്കുവാൻ മക്കൾക്ക് സാധിക്കുകയില്ല. അധ്യാപകനോ ഡോക്ടറോ എഞ്ചിനീയറോ കൃഷിക്കാരനോ ന്യായാധിപനോ ആരായിരുന്നാലും അവർ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും അതോടൊപ്പം പ്രവർത്തിക്കുകയും ചെയ്താൽ ഫലം നിശ്ചയമാണ്. പ്രാർത്ഥനയാൽ ഒരുക്കിയ സ്ഥാനത്ത് പ്രവർത്തിച്ചാൽ ഫലം നിശ്ചയമാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അയ്യമ്മസമ്മയുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധമായിട്ട് ഒഴുകട്ടെ. ആമേൻ. ദൈവവചനമേ നമോ നമഃ. ജീവവചനമേ നമോ നമഃ. വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ. വിശ്വമഖിലം തവ മഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്ക്.